സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ പറ്റിയും അതേപോലെ തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച മാർഗ്ഗങ്ങളെ പറ്റിയൊക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മുൻപ് കമ്മ്യൂണിസ്റ്റിലും അതേപോലെ തന്നെ കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റിൽ വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റിലെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞതിന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് അതിന് ശേഷം അദ്ദേഹം സ്വതന്ത്രനായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് നിന്ന് അതിൽ തോറ്റുപോയിട്ട് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിഷയങ്ങളിൽ ഈ പറയുന്ന PV അൻവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് ഗോവിന്ദച്ചാമിക്ക് പുറത്തും അകത്തും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം വെറുതെ ഒരു വായത്താളം അടിക്കുന്നത് മാത്രമല്ല, അദ്ദേഹം ആ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് അദ്ദേഹം തെളിവ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം ജയിലിൻ്റെ അഴികൾ എങ്ങനെയുള്ളതാണെന്നല്ലേ. അങ്ങനെയുള്ളൊരു ജയിൽ കമ്പി എടുത്തിട്ട് അദ്ദേഹം ഈ പറയുന്ന ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അത് മുറിച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പ് അതിൽ പിടിപ്പിച്ച് നോക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു കമ്പിയിൽ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ ചെറിയൊരു പോക്കറ്റ് അടി കേസിൽ പിടിച്ചകത്തിട്ട അല്ലെങ്കിൽ അങ്ങനെ പ്രതിയാക്കപ്പെട്ടവനല്ല. ഈ ക്രൂരകൃത്യം ചെയ്ത സൈക്കോ കില്ലർ ആയിട്ടുള്ള റേപ്പിസ്റ്റ് ആണല്ലേ. അങ്ങനെ ആ പെൺകുട്ടി 23 വയസ്സുള്ള പെൺകുട്ടിയെ വെറും പിഴിഞ്ഞ് ഒരു പാൽ തുണിയുടെ കോലത്തിലാക്കി റെയിൽവേ ട്രാക്കിൽ ചോരയിൽ കുളിപ്പിച്ചിട്ടും അവൻ്റെ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ അവൻ്റെ ലൈംഗിക ആസക്തി തീരാതെ ആ പെണ്ണിനെ മൃഗീയമായി കൊന്നതിന് ശേഷം, ആ പെൺകുട്ടിയെ മൃഗീയമായി കൊന്നതിന് ശേഷം ഇവനെ ഈ പറയുന്ന സംശയത്തിൻ്റെ നിഴലിൽ പോലീസ് കണ്ടെത്തുകയും പിന്നീട് അതിനുശേഷം ഒരു സർജൻ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒറ്റക്കൈനായിട്ടുള്ള വികലാംഗനായിട്ടുള്ള ഭിക്ഷക്കാരനായിട്ടുള്ള പിൽക്കാലത്ത് കോടീശ്വരനായി മാറിയിട്ടുള്ള ഈ നായിൻ്റെ മോൻ പലതന്തയ്ക്ക് പിറന്നവന് ഈ കാര്യങ്ങളെല്ലാം, അതായത് രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റക്കൈയുള്ള ഗോവിന്ദച്ചാമി ചെയ്യുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഗോവിന്ദച്ചാമിയിലേക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിന്നുള്ളത് മാറിയിട്ട് ഗോവിന്ദച്ചാമി തന്നെയാണ് കൃത്യം നിർവഹിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പോലീസുകാരെ സഹായിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. ആ ഒരു ന്യൂസ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ PV അൻവർ ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് ആർക്കും അത്ര വ്യക്തമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും അത്ര താല്പര്യമുള്ളതായിരിക്കില്ല. എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു PV അൻവറിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ UDF LDF എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, UDF എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം, ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ കമാന്ന് രക്ഷമിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ വലതുപക്ഷ പാർട്ടിയിൽ അതായത് UDF പുതിയ ബ്ലഡ് ആയിട്ടുള്ള പുതിയ കുറേ നേതാക്കന്മാരുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കുറേ പേരെ കണ്ടതാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ രമേശ് ചെന്നിത്തലയോ അതേപോലെ തന്നെ നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ VD സതീശനോ ആരും ഒരു പ്രസ്ഥാനമായിട്ട് വരുന്നത് ഞാൻ കണ്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇവർക്കൊന്നും പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്തില്ല. കാരണം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈ കൊടുത്ത് തോളോട് തോള് ചേർന്നൊക്കെ നിൽക്കുന്ന പല ഫോട്ടോയും പല കാര്യങ്ങളും നമ്മൾ കണ്ടാണ്. ഇവരെപ്പോഴും അടികൊള്ളണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ കൊള്ളരുതായ്മകൾ കണ്ടിട്ട് ഇവർ ആരും പ്രതികരിക്കാനായിട്ട് രംഗത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾ വെറും വരവാഴകളാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവരെ എതിർത്തുകൊണ്ട് പല നിലപാടുകളും എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് വലതുപക്ഷ പാർട്ടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇവരാരും ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം വസ്തുതയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗോവിന്ദച്ചാമി എങ്ങനെയായിരിക്കാം ജയിൽ ചാടിയത്? ഇന്ന് PV അൻവർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ പോലീസുകാർ പുറത്ത് വിട്ടിരിക്കുന്ന CCTV വിഷ്വൽസിൽ നമ്മൾ കാണുന്നത് ഈ ഗോവിന്ദച്ചാമി അല്ല എന്നാണ്. അതായത് ജയിലിൻ്റെ മതിൽ ചാടുന്നത് ഗോവിന്ദച്ചാമി അല്ല. അത് നമ്മൾ മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞതുകൊണ്ട് അവർ പുറത്തു വിട്ടു. ആദ്യം പറഞ്ഞത് CCTV വിഷ്വൽസ് ഇല്ല, എല്ലാവരും ഉറങ്ങിപ്പോയപ്പോൾ ആ സമയം നോക്കി ഈ പറയുന്ന ഗോവിന്ദച്ചാമി എടുത്ത് ചാടിയെന്നാണ്. പിന്നീട് എവിടെ നിന്ന് ഈ CCTV വിഷ്വൽസ് വന്നു? അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടി വാരിയിടാൻ വേണ്ടിയിട്ട് ഇവർ ഇറക്കിയിരിക്കുന്ന പരിപാടിയാണെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും PV അൻവർ പറഞ്ഞത് 100% കേരളത്തിലെ ജനങ്ങൾ യോജിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ PV അൻവർ ഈ കാര്യങ്ങളെപ്പറ്റി എങ്ങനെ ഇവൻ മതിൽ ചാടിയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ജയിലിനകത്തുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പങ്കുവെച്ചൊരു വീഡിയോ ഉണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ 3 ഡ്രമ്മിനി അതിന്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ അല്ലേ, അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം. എങ്ങനെയാണ് ഇത് സാധ്യമാണ്? ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും, പറക്കുന്തളിക. ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കയറി ഗോവിന്ദച്ചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക? നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ്. ഇപ്പൊ 3 ഡ്രമ്മിന്റെ മുകളിൽ കയറിയെന്ന് വിചാരിക്കുക, അതിന്റെ മുകളിൽ നിന്ന് ആ തുണിയിലേക്ക് എങ്ങനെ എത്തും? ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദച്ചാമിക്ക്? അപ്പൊ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. 6 മീറ്ററിൽ പോലും 6 മീറ്റർ ആണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം 1.25 ഇഞ്ചാണ്.
ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റ് അയണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയുക തകിടിൻ്റെ കഷ്ണമായി മാറും. ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ 1000 ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയുക ഒരു കമ്പി മുറിക്കാൻ കഴിയില്ല. ആക്സോ ബ്ലേഡിൻ്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഇതിൽ എവിടെയാണ് ഇതിൽ ഉപ്പ് പുരട്ടുക, എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത്? കണ്ടില്ലേ, ഇതിൽ PV അൻവറിനോട് പല കാര്യങ്ങളും ജനങ്ങൾക്ക് വിമുഖതയുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ PV അൻവറിനൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് PV അൻവർ പറയുന്നത്. ചോറ് തിന്നുന്ന സാമാന്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കരുത് സർക്കാരെ. അവർക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ പണ്ടത്തെ പരിപാടി പുലിയെ പിടിച്ചിട്ട് എലിയാക്കുക, ദിനോസറിനെ പിടിച്ചിട്ട് പല്ലിയാക്കുക എന്നൊക്കെ പറയാൻ നിങ്ങളുടെ ഈ പ്രസ്താവനയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. രണ്ടായിട്ട് മടക്കി കുത്തി മടിക്കുത്തിന് തോഴ അങ്ങ് വെച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങളുടെ മെക്കെട്ടോട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അണ്ണാക്കിലൊക്കെ തിരികെ കയറ്റാൻ വരണ്ട. കാരണം ജനങ്ങൾക്ക് സാമാന്യ ബോധമുണ്ട്. അവരൊക്കെ ചോറ് തന്നെ അതിനെന്ന് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ചയെ സർക്കാർ അതിനെ വിമർശിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് വേറെ തലത്തിലേക്ക് എത്തിക്കുകയും ആ ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച 4 പേരെ ജോലി കളയുന്നത്? ഈ ആഭ്യന്തരം മുഴുവനും കൊള്ളരുതായ്മയ്ക്ക് കൂട്ടി നിൽക്കുമ്പോഴും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഈ കാര്യം എല്ലാവരും അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതും ആരും അറിയില്ല. ഗോവിന്ദചാമി കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കി നാട്ടുകാരിൽ ഒരാൾ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന പോലീസ് അധികൃതർ ഇതുപോലെ ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുണ്ടെന്ന് മാധ്യമങ്ങളെ അറിയിക്കാനുള്ള ഇടയുണ്ടായത്. അല്ലെങ്കിൽ അത് ആരും അറിയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അപ്പോൾ ഇതിൽ PV അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തവും ദൃഢവുമാണെന്നുള്ളത് നമുക്ക് കാണാം. അദ്ദേഹം തെളിവ് സഹിതമാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഞാൻ കണ്ട വേറൊരു വാർത്തയാണ്, അതായത് ജയിൽ ചാടി വരുന്നത് CCTVയിലെ വിഷ്വൽസിലുള്ളത് ഗോവിന്ദചാമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ PV അൻവർ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൻ കിടക്കുന്ന ലോക്കപ്പിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഫോട്ടോയുമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള ലോക്കപ്പും ചിലപ്പം നേരിട്ട് കാണുന്നതൊക്കെ വ്യത്യാസം കാണും. പക്ഷെ നമ്മൾ കൂടുതൽ സിനിമയിൽ കണ്ടിട്ടുള്ള ലോക്കപ്പ് എന്ന് പറയുമ്പോൾ 2 കമ്പികൾ മാത്രം ഇങ്ങനെ ഒരുമിച്ച് വരുന്നൊരു ലോക്കപ്പാണ്. പക്ഷെ ഇവനെ കിടത്തിയിരിക്കുന്നത് ഒരു പശുവിൻ്റെ തൊഴുത്ത് പോലുള്ള ഒരു ലോക്കപ്പിലാണ്. അപ്പോൾ ഇതിൽ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തൊരു കൊലപാതകയായിട്ടും അവനെ ഏത് രീതിയിലാണ് ഇവർ പരിഗണിച്ചതെന്നുള്ളത് നമുക്ക് ഈ ഒരു ജയിലിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ജയിൽ അധികൃതർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പിൽ കാണിച്ചു കൊടുക്കണമല്ലോ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണമല്ലോ, ഞങ്ങൾ മാന്യരാണ് അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്നവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, ഈ കുപ്രസിദ്ധ ഗുണ്ടകൾ കാണിക്കുന്ന തോന്നിവാസങ്ങളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സംഘടിപ്പിച്ച ഫോട്ടോ ആയപ്പോൾ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വന്നു. പക്ഷേ ആണൊരുത്തൻ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർ മറന്നുപോയി. ഇവർ വിചാരിച്ചത് പ്രതിപക്ഷത്തിലും ഇടതുപക്ഷത്തിലും ഒക്കെ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളുകളായിരിക്കുന്നതെന്നാണ്. പക്ഷേ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഡിറ്റക്റ്റീവിനെ പോലെ എല്ലാ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒരിക്കലും അത് ഗോവിന്ദചാമിയല്ല. പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം. അതിൽ കൊടുത്ത ഫോട്ടോ ആണിത്. ഇത് കണ്ടോ നിങ്ങൾ? നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശുത്തൊഴുത്താ? ഇതൊരു പശുത്തൊഴുത്താ. ഇതാണ് ഗോവിന്ദചാമി മുറിച്ചു പറഞ്ഞ് കാണിച്ചത്. നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതിനുള്ളിൽ കൂടെ ഒരു മനുഷ്യന് അതിന് അകത്തുകൂടെ ഒരു പോത്ത് കടന്നു വരും. ഇങ്ങനെ ഒരു ജയിലുണ്ടാവോ? അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങള്. നൂല് കെട്ടി മറിച്ചതിനാണ് ആ നൂല് കെട്ടിയത്. ഇത് നൂലാണോ? ഇത് ഗോവിന്ദചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയത് സംശയിക്കും. ഈ നൂലൊക്കെ പാടെ അവിടെ വരണമെങ്കിൽ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണിത്. ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിന്റെ കൃത്യമായ വീഡിയോ ഇന്നലെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക്. അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി. അതിൽ മാധ്യമങ്ങൾ ദയവായി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല. പക്ഷേ ഞാനിത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മുറിക്കപ്പെടാം. കാരണം നാളെ ഇതിനൊരു അന്വേഷണം വരും. ഞാൻ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടേ കാണിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്.
ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം. കണ്ടില്ലേ, ഈ സംഭവം നടന്നിട്ട് ഇത്രയും നേരമായിട്ടും ഒരാൾ പോലും അതിനെ നേരെയുള്ള അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ തന്നെ നമുക്ക് ഈ പി.വി. അൻവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അദ്ദേഹം പറയുന്ന സത്യമാണെന്നുള്ളത് മനസ്സിലാവും. പി.വി. അൻവറിന്റെ വ്യക്തിത്വവും രാഷ്ട്രീയവും ഒക്കെ എവിടെയെങ്കിലും നിന്നോട്ടെ, അതാരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാൾ ചിലത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അയാൾ പറയുന്നത്? അയാൾക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ടുള്ള അറിവും ധാരണയും ഉണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയും അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എതിർത്തൊരു വ്യക്തിയും തന്നെയാണ് ഈ പറയുന്ന പി.വി. അൻവർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നിലനിന്ന് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന്. ഇവരൊക്കെ പാർട്ടി പ്രവർത്തകരല്ലേ, അപ്പോൾ ഇവർക്ക് കൂടുതലും ജയിലുകളെ പറ്റിയും ജയിലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയും എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങളും അതിനൊപ്പം തന്നെ നിൽക്കേണ്ടതാണ് ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം പറയും, അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് തടി ഊരാൻ നോക്കുന്നതാണ് പിണറായിസം അല്ലെങ്കിൽ പിണറായി സർക്കാർ ചെയ്തൊരു കാര്യമെന്നാണ്. ഇങ്ങനെ ഒരു ജയിലിൻ്റെ ഒരു കമ്പി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു ജയിലിൽ പോലും ഞാൻ ഒരു ലോക്കപ്പ് ഇങ്ങനെ കണ്ടില്ല. സിനിമയിലോ റിയൽ ലൈഫിലോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഈ പറയുന്ന അഴികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഗോവിന്ദച്ചാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ നൂല് കെട്ടിയിരിക്കുന്നതിന് ഗോവിന്ദച്ചാമിയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ നിരന്തരമായി സെല്ലിലേക്ക് എലികൾ അങ്ങ് കയറുകയായിരുന്നു. അപ്പോൾ എലികൾ കയറിയപ്പോൾ ആ എലികൾ കടിക്കണ്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നൂല് കെട്ടിയതാണെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന പാറാവുകാർ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്ത് മൂഞ്ചാനാണ് പിന്നെ അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് ഇവിടെ നടന്നത്? ആരുടെ കണ്ണിൽ പൊടി വാരിത്തേക്കാനാണ് ഈ പരിപാടികൾ കാണിക്കുന്നത് അല്ലേ? ഒരു വകുപ്പ്, അതായത് ഈ പോലീസിലുള്ള 4 പേര്, അവിടെ ഉറങ്ങിപ്പോയ 4 പേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന എൻ്റയർ പാർട്ടിയിലുള്ള എല്ലാ ആളുകൾക്കെതിരെയും ഇവർ കേസെടുക്കണം. കാരണം ആഭ്യന്തരമന്ത്രി അടക്കം എല്ലാ ആളുകളും ഇതിൽ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടി നിന്നവരാണല്ലേ. ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവർ എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും ഇതിൻ്റെ പിന്നാലെ വലിയ എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണെന്നാണ്. ഇന്നിപ്പോൾ കന്യാസ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയൊരു വിഷയം ഉണ്ടായി. ആ വിഷയങ്ങൾ വന്നപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഇറങ്ങി പ്രതികരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല? അതിന് പ്രതികരിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പ്രതികരിക്കേണ്ട വിഷയം തന്നെയാണ്, അത്രയ്ക്കും അത്യന്തം ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് അതും. പക്ഷേ ഈ കാര്യം വന്നപ്പോൾ ഒരാൾ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റും നൽകാനായിട്ട് മുന്നിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ്? ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ്. അപ്പം മാധ്യമങ്ങൾ ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തി ഈ ജയിലിനകത്തേക്ക് കയറി ആ ഒരു ജയിലിൽ നിന്നൊരു പ്രതിക്ക് എടുത്ത് പുറത്തു ചാടി പോകാൻ പറ്റുമെങ്കിൽ, അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ക്യാമറയും കൊണ്ട് പോയിട്ട് പകർത്തുന്നതിൽ എന്ത് ഗുരുതര വീഴ്ച അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക? അത് കാണിക്കാനായിട്ട് പിണറായി സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിക്കൂ. പി.വി. അൻവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിലെ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് കാണിക്കൂ. പി.വി. അൻവർ പറയുന്നുണ്ട് ഇതുവരെ മുറിഞ്ഞിട്ടില്ലാത്ത ആ ജയിൽ കമ്പി ഇനി വേണമെങ്കിൽ മുറിയാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഇത്രയും അതിനടിയിൽ കൂടെയൊക്കെ ഇഴഞ്ഞിറങ്ങി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മുറിച്ചതിന് ശേഷം കമ്പിയിട്ട് കെട്ടിവെച്ച് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു ജയിൽ കമ്പിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന 2 റാഡുണ്ടല്ലേ, ആ 2 റാഡും ഈ മുറിച്ച കമ്പിയിൽ ആ 2 റാഡും ഇല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് പോലീസുകാർക്ക് ഒരു സംശയം തോന്നില്ല. ഈ പറയുന്ന ഗോവിന്ദച്ചാമി ഇറങ്ങി പോകുന്നൊരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും. ഇറങ്ങി വരുന്നൊരു വീഡിയോ ഉണ്ട്. ആ ഇറങ്ങി വരുന്ന വീഡിയോയിൽ പോലും ഈ പറയുന്ന ഗോവിന്ദച്ചാമി അത് കെട്ടിവെക്കുന്നതായിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല. ഈ ഗോവിന്ദച്ചാമി ഇറങ്ങിയതിന് ശേഷം എടുത്ത ഫോട്ടോ ആണെന്ന് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മുൻപേ എടുത്ത ഫോട്ടോ ആണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ല? സാമാന്യ ബോധമുള്ള തലയിൽ തലച്ചോറുള്ളവർക്ക് മനസ്സിലാവും ഇതാ സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ പോലീസുകാരെന്ന് പറയുന്ന എല്ലാ കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തതിന് ശേഷം, ഫിസിക്കലി മെന്റലി എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരൊക്കെ സേനയിൽ കയറുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് എന്ത് കണ്ടാലും ഒരു സംശയത്തിന് നിലയിൽ നോക്കാം. ഒരു സാധാരണക്കാരൻ്റെ വ്യക്തിയെ കണ്ടാലും, ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തിയെ കണ്ടാലും ഇവർക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ട് വന്ന് കിടക്കുന്ന കൊലപ്പുള്ളികളെയൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ നോക്കാനായിട്ട് കഴിവുള്ള ഒരു പാറാവുകാരനെ നിർത്താതെ ഏതെങ്കിലും ഇന്നലെ വന്നൊരു പയ്യനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും അല്ലേ. ഇനി എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നാൽ മിനിഞ്ഞാന്ന് വന്ന എന്തും ആയിക്കോട്ടെ, അവിടെ നിന്ന ആളുകൾ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് എന്ത് ഉത്തരമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കണം. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ശബ്ദമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിനെതിരെ എന്തെങ്കിലും പറയാൻ, ഈ പറയുന്ന പി.വി. അൻവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാനായിട്ട് ഉതകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണം. നിങ്ങളൊന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെ കാണിക്കണം. അവിടെ എന്താണ് നടന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഈ CCTV വിഷ്വൽസ് ഉള്ളത് ഗോവിന്ദച്ചാമി തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. ഇനി അതാണെങ്കിലും ഓക്കെ, ഈ ഗോവിന്ദച്ചാമി എങ്ങനെ ഈ ഡ്രംസിൻ്റെ ഒക്കെ മുകളിൽ കൂടി കയറി പോയെന്നുള്ളത്. ഇനി അവൻ്റെ കാലിൽ വലിയ റബ്ബറിൻ്റെ ഷൂവോ സ്പ്രിങ്ങുള്ള ഷൂ ഒന്നും അല്ലല്ലോ കിടക്കുന്നത്. ഒന്നുമില്ലാതെ താടിയും മുടിയും വളർത്തിക്കൊണ്ട് എങ്ങനെ അവനവിടെ കിടന്നത്? അതുപോലും ഗുരുതര വീഴ്ചയല്ലേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ വിടുമ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിടുന്നത്. ആ സമയത്തേക്ക് ഇവരെ മുട്ടയടിച്ച് ഇവരുടെ താടിയും മീശയെല്ലാം കളഞ്ഞിട്ടിരുത്തുന്നത്. അപ്പോൾ ഈ ഗോവിന്ദച്ചാമിക്ക് എന്തുകൊണ്ട് ഈ താടിയും മീശയും കളയേണ്ടി വന്നില്ല? ഗോവിന്ദച്ചാമി അവരുടെ പെറ്റായിരുന്നോ അതോ പട്ടിയെ പോലെ വളർത്തുകയായിരുന്നു? ഈ ചോറ് അവൻ്റെ സെല്ലിലേക്ക് തള്ളി കൊടുക്കും, പിന്നെ അതിനുശേഷം ഈ മൂത്രം ഒഴിക്കാൻ നേരം ബാത്റൂമിൽ പോകാൻ നേരം മാത്രം ഇറക്കി വിടും, പിന്നെ വീണ്ടും അടച്ചിടും എന്നുള്ള രീതിയിലായിരുന്നു വളർത്തിയിരുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു. ഇത്രയും വലിയൊരു മതിലൊക്കെ കയറി പോകണമെങ്കിൽ ഈ ഗോവിന്ദച്ചാമി ഉണ്ടായത് മനുഷ്യനല്ല,
സ്പൈഡർമാൻ്റെ സന്തതിയായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തോ ഇതിനകത്തിലൊരു കള്ളത്തരം മണക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ വലിയൊരു കാര്യം ഇതിൻ്റെ പിറകിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ പോലീസിൻ്റെയും നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രതി അങ്ങ് യു പിന്നോ ബീഹാറിൽ നിന്നോ എന്തോ വന്നിട്ട് കേരളത്തിലെ പോലീസ് പിടിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഇവർക്കുള്ളത്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത് കേരളത്തിൽ തന്നെയാണ് നടന്നത്, കേരളത്തിൽ നിന്ന് തന്നെയാണ് ചാടിപ്പോയത്, കേരളത്തിൽ വെച്ച് തന്നെയാണ് ഇവൻ പീഡിപ്പിച്ചത്, എല്ലാ തോന്നിവാസവും തന്തയില്ലായ്മയും ചെയ്ത് കേരളത്തിൽ വെച്ച് തന്നെയാണ്. എന്നിട്ടും ഒരു നാണവും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ.